മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. ഒരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നു. ദൈവം നമ്മിൽ പ്രതീക്ഷ വെച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം. എത്രയോ പേർ ഈ പ്രഭാതം കാണാതെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ദിവസം അത് ദൈവം നമുക്ക് തന്നതാണ്. ഈ ഒരു ദിവസം നമുക്ക് ഫലപ്രദമായി ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തോട് ചേർന്ന് ആരംഭിച്ച് ദൈവത്തോടു കൂടി പൂർത്തിയാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്ലാതെ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനാവില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാൻ ലോകം മുഴുവനുമുള്ള എല്ലാ പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അർപ്പിക്കപ്പെടുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ക്രിസ്തുമസിന് ഒരുങ്ങുന്ന കാലഘട്ടമാണല്ലോ. യേശു നമ്മിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ മനസ്സ് നിർമ്മലമായിരിക്കണം. അപ്പോൾ കർത്താവ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ദൈവരാജ്യം അതിൽ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ, കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ മാനസാന്തരം ഉണ്ടാവണം, ഉള്ള് നിർമ്മലമാകണം. അപ്പോൾ പാപം യേശു നമ്മിലേക്ക് വരുന്നതിന് തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പാപികളുടെ സങ്കേതമായ നമ്മുടെ പരിശുദ്ധ അമ്മയോട് എല്ലാ പാപികൾക്കും വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ ഒരു സന്ദേശം, കർത്താവ് എന്താണ് നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് ശ്രവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വചനം മാംസമായി ഞങ്ങളുടെ ഇടയിൽ വസിച്ച ആ വചനത്തെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. വചനം ഞങ്ങളിൽ മാംസം ധരിച്ച് ലോകത്തിന് കൊടുക്കാൻ പരിശുദ്ധ അമ്മയെപ്പോലെ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ശ്രവിക്കുന്ന വചനം, ഞങ്ങൾക്കായി നൽകപ്പെടുന്ന വചനം ഞങ്ങളുടെ ഹൃദയമാകുന്ന വയലിൽ അത് മുളച്ച് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തക്ക വിധം ഞങ്ങളുടെ ഹൃദയമാകുന്ന വയലുകളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ. ആത്മാവിൻ്റെ കൃപയും അഭിഷേകവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തെ സ്വീകരിച്ച് മാംസം ധരിച്ച് ലോകത്തിന് പ്രദാനം ചെയ്ത പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യപിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായം അതിൽ 39 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയമുള്ളവരെ, കർത്താവ് ഇന്നത്തെ ദിവസം നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ സാരാംശത്തിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം, ഗബ്രിയേൽ മാലാഖയാണ് സ്നാപക യോഹന്നാന്റെ അറിയിപ്പ് നൽകിയത് സക്രിയായ്ക്ക്. അതേ ഗബ്രിയേൽ ദൂതൻ തന്നെ പരിശുദ്ധ കന്യാമറിയത്തിന് രക്ഷയുടെ തുടക്കം കുറിക്കുന്ന യേശുവിൻ്റെ മിശിഹായുടെ വരവിന് ഒരുക്കമായുള്ള രക്ഷാകര പദ്ധതിയുടെ തുടക്കം മംഗളവാർത്ത പരിശുദ്ധ അമ്മയെ അറിയിച്ചതും ഈ ഗബ്രിയേൽ ദൂതനാണ്. മംഗളവാർത്ത അറിയിച്ചപ്പോൾ ഈ ഗബ്രിയേൽ ദൂതൻ തന്നെ മറിയത്തിൻ്റെ ഇളയമ്മയായ എലിസബത്ത് വന്ധ്യയാണ്, പ്രായം കവിഞ്ഞവളാണെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലിലൂടെ ഇപ്പോൾ 6-ാം മാസം ആണ് എന്ന വെളിപ്പെടുത്തൽ കിട്ടിയത് ഗബ്രിയേൽ ദൂതനിൽ നിന്നാണ് പരിശുദ്ധ അമ്മ ആദ്യമായി അറിയുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് വചനം ഉള്ളിൽ മാംസം ധരിക്കാൻ സമ്മതം മൂളിയ പരിശുദ്ധ അമ്മ ഉടനെ പോകുന്നത് ശുശ്രൂഷ ചെയ്യാനാണ്. ആ ശുശ്രൂഷ ചെയ്യാൻ പോകാൻ കാരണമുണ്ട്. തനിക്ക് ലഭിച്ച വലിയ ഭാഗ്യം അത് ഇളയമ്മയെ അറിയിച്ച് ആ സന്തോഷം പങ്കുവയ്ക്കുക. ഒപ്പം വന്ധ്യയും പ്രായം കവിഞ്ഞോളുമായ ഇളയമ്മയ്ക്ക് ഈ വാർദ്ധക്യകാലത്ത് ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തിൽ സന്തോഷിക്കുന്ന എലിസബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുപറ്റുക. അതിനേക്കാൾ മുഖ്യമായിട്ട് ഉള്ള ഒരു കാര്യം ഞാൻ കാണുന്നത്, ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും വന്ന ലോകത്തിലേക്ക് അവതരിച്ച ദൈവപുത്രൻ. ആ പുത്രൻ ഉള്ളിൽ വന്നപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കില്ല. യേശുവിൻ്റെ അതേ മനോഭാവം, യേശുവിനെ ഉൾക്കൊണ്ട ഉള്ളിൽ വഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം യേശുവിൻ്റെ മനസ്സതാണ്, ശുശ്രൂഷിക്കുന്ന മനസ്സ്. സ്വയം മറന്ന് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന അമ്മയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വചനം സ്വീകരിച്ച മറിയം ഓടുകയാണ്. പിന്നെ സ്വസ്ഥമായിട്ടിരിക്കാനാവില്ല. ആ യേശുവിനെ കൊടുക്കണം. ഏറ്റവും ആദ്യം ആ യേശുവിനെ കൊടുത്തത് എലിസബത്തിനാണ്. അതിന് ഒരു 100-110 കിലോമീറ്ററോളം കുന്നും മലയും താണ്ടി ഉള്ള യാത്ര, കഠിനമായ യാത്രയാണ്. എലിസബത്തിൻ്റെ വീട്ടിലെത്തി, സക്രിയയുടെ വീട്ടിലെത്തി.
എലിസബത്തിനെ കണ്ടപ്പോൾ അമ്മ മറിയം അഭിവാദനം ചെയ്തു. പിന്നീടുള്ള വചനമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. അതെന്തായിരിക്കും അതിന്റെ കാരണം? എലിസബത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു കുതിച്ചു ചാടണമെങ്കിൽ, സന്തോഷം കൊണ്ട് കുതിച്ചു ചാടണമെങ്കിൽ, ആ കുഞ്ഞിനെ വഹിക്കുന്ന എലിസബത്ത് അതിനേക്കാൾ വലിയ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടാകും. ആ അമ്മയുടെ, എലിസബത്തിന്റെ സന്തോഷമാണ് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഏറ്റെടുക്കുകയാണ്. അമ്മയോടൊപ്പം മകനും സന്തോഷിക്കുകയാണ്. താൻ ആർക്ക് വഴിയൊരുക്കാൻ വന്നോ അവൻ ഇതാ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ആ കുഞ്ഞ് അറിയുകയാണ്. കാരണം ഈ കുഞ്ഞും ഈ കുഞ്ഞിനെ വഹിക്കുന്ന എലിസബത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ആ പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തി കൊടുത്തത്, ഇതാണ് മിശിഹ. ഈ മിശിഹായിക്കാണ് നീ വഴിയൊരുക്കേണ്ടത്. സ്നാപകന് വെളിപ്പെടുത്തൽ കിട്ടി കുഞ്ഞായിരിക്കുമ്പോൾ, അമ്മയ്ക്കും കിട്ടി. ഈ അമ്മയോട് മറിയം പറഞ്ഞില്ല, എനിക്കിങ്ങനെ ഒരു ഭാഗ്യം കിട്ടി, ഞാനിപ്പോൾ വചനം മാംസം ധരിച്ചിരിക്കുന്നു എന്നൊന്നും പറഞ്ഞില്ല. വെറുതെ കണ്ട ഉടനെ തന്നെ എലിസബത്ത് പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എങ്ങനെ മനസ്സിലാക്കി? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. പിന്നീട് പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നമുക്കറിയാമല്ലോ, ഇവിടെ ഏറ്റവും വലിയ സമ്മാനവുമായിട്ടാണ് പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ പോകുന്നത്, ഉള്ളിൽ വഹിക്കുന്ന കർത്താവിനെ വഹിച്ചുകൊണ്ട്. അപ്പോൾ ഈ എലിസബത്തിന്റെ വചനമുണ്ടല്ലോ, ഇതാ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? യേശു ജനിക്കുന്നതിന് മുമ്പേ ഇത് കർത്താവാണെന്ന്, ദൈവപുത്രനാണെന്ന് ആദ്യമായി ഏറ്റുപറയുന്നത് എലിസബത്താണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ. അതാണ് ഇസ്രായേൽ ജനത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ മിശിഹ ആണെന്ന് ആ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതിനിധി എന്നോണം എലിസബത്തിലൂടെ അത് വെളിപ്പെടുകയാണ് ലോകം മുഴുവനുമായി. അത് വെളിപ്പെടുത്തി കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ ശിശു മിശിഹായാണ്, ദൈവപുത്രനാണ്, കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത് എലിസബത്ത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നീ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മിലൂടെ കർത്താവ് പ്രതിഫലിപ്പിക്കപ്പെടണം. യേശുവിനെ വഹിച്ചുകൊണ്ട് മറിയം എലിസബത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ വലിയ മാറ്റം സംഭവിക്കുകയാണ്. എന്തൊരു വലിയ സന്തോഷത്തിന്റെ അനുഭവം! യേശുവിനെ വഹിക്കുന്ന വ്യക്തിയുടെ സാന്നിധ്യം എല്ലാ മനുഷ്യർക്കും സന്തോഷം നൽകുന്നതാണ്. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാണോ എന്ന് നമ്മൾ തന്നെ പരിശോധിച്ച് നോക്കണം. യേശു ഇന്ന് പുൽത്തൊട്ടിയിലല്ല ജനിക്കുന്നത്, നമ്മുടെയൊക്കെ ഹൃദയത്തിലാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ജനിക്കണമെങ്കിൽ വചനം നമ്മിൽ മാംസം ധരിക്കാൻ നമ്മൾ അനുവദിക്കണം. നമ്മുടെ ഉള്ള് വൃത്തിയുള്ളതായിരിക്കണം, ശുദ്ധമായിരിക്കണം, വിശുദ്ധമായിരിക്കണം. ഉള്ളിൽ തിന്മ പാടില്ല. ഉള്ളിൽ കർത്താവിനെ വഹിക്കാൻ തക്ക വിധത്തിലുള്ള നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കണം. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് ആന്തരികമായ ശുദ്ധിയെക്കുറിച്ച്. അപ്പോൾ ആ ശുദ്ധി നമ്മളും വളർത്തിയെടുക്കേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക്
അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മിൽ കർത്താവില്ല. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ കർത്താവുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത്, കർത്താവാണുള്ളതെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ സാന്നിധ്യം സന്തോഷം നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ വിലയിരുത്തണം, നമ്മുടെ ഉള്ളിൽ വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ, പരദൂഷണമുണ്ടോ, വ്യഭിചാരമുണ്ടോ, ജഡികാസക്തിയുണ്ടോ? നമ്മുടെ ഉള്ള് ക്ലീൻ ആവണം. ആ ക്ലീനായി നമ്മുടെ ഹൃദയം കൊടുക്കുമ്പോൾ വചനം നമ്മിൽ മാംസം ധരിക്കും. ആ മാംസം ധരിക്കുന്ന വചനത്തെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷകരമായി തീരും. നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ, നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർ മുഖം തിരിക്കുന്നുണ്ടെങ്കിൽ, ശരീരഭാഷ കൊണ്ട് നമ്മുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവർ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ കർത്താവില്ല. ഈ ക്രിസ്തുമസിന് ഒരുങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കർത്താവിനെ ക്ഷണിച്ചുകൊണ്ടുവരാം. ക്ഷണിച്ചുകൊണ്ടുവരുന്ന കർത്താവിനെ ഉള്ളിൽ സ്വീകരിച്ച കർത്താവിനെ കൊടുക്കുമ്പോൾ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും വന്ന കർത്താവിനെ കൊടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ പരിശുദ്ധ അമ്മ ഈ മൈലുകൾ നീണ്ട യാത്രയ്ക്ക് ഒടുവിൽ ചെന്ന് ശുശ്രൂഷ ചെയ്തപ്പോൾ കർത്താവ് ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ നമുക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനം എലിസബത്ത് പറഞ്ഞു നിർത്തുന്ന ഒരു വചനമുണ്ട്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ശരിക്കു പറഞ്ഞാൽ സത്യമല്ലേ അത്? കാരണം വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത്. 16 വയസ്സുള്ള അല്ലെ 18 വയസ്സുള്ള കന്യകയോട് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ പറഞ്ഞത്? പുരുഷൻ അറിയാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷെ മറിയം വിശ്വസിച്ചു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് അമ്മ തിരിച്ചറിഞ്ഞ് തന്നെ തന്നെ വിട്ടുകൊടുക്കുവാണ്. ഇതാ കർത്താവിൻ്റെ ദാസിയായി കൊടുക്കുവാണ്. ആ ദാസി മനോഭാവം സ്വയം ഏറ്റെടുത്തതാണ്. അതാണ് ഇവിടെ സ്തോത്രഗീതത്തിലും പറയുന്നുണ്ട്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. സ്വയം ദാസിയായി മാറി ശുശ്രൂഷ ചെയ്യാൻ കടന്നു പോകുന്ന അമ്മ നമുക്ക് വലിയ ഒരു പ്രചോദനമാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, പുത്രനെ ഞങ്ങൾക്ക് രക്ഷകനായി നൽകിയല്ലോ. അവിടുത്തെ പുത്രനാണ്, ദൈവപുത്രനാണ്, മിശിഹായാണ്, രക്ഷകനാണെന്ന് ഏറ്റുപറയാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് അയക്കണമേ. ആത്മാവ് കൊണ്ട് നിറയുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് യേശുവിനെ തിരിച്ചറിയാൻ, രക്ഷകനായി യേശുവിനെ, മിശിഹായെ തിരിച്ചറിയാനുള്ള കൃപ കിട്ടുന്നത്. ആ യേശുവിനെ ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങളിൽ മാംസം ധരിച്ച് യേശുവിൻ്റെ മനോഭാവം ഉൾക്കൊണ്ട് യേശു നോക്കിക്കാണുന്നത് പോലെ ജീവിതാനുഭവങ്ങളെയും വ്യക്തികളെയും നോക്കിക്കാണുവാൻ, യേശു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കരുണയുള്ള ഒരു ഹൃദയം ഞങ്ങൾക്കുണ്ടാകുവാൻ ഈ വചനം പ്രേരണ ആകട്ടെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മ വഴി, ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധാത്മാക്കൾ വഴി, ഇടവക വിശുദ്ധ മധ്യസ്ഥർ വഴി, സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം വഴി, ഞങ്ങളുടെ കാവൽ മാലാഖമാരുടെ മാധ്യസ്ഥം വഴി ഈ പ്രാർത്ഥന കർത്താവെ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.
പ്രവാചകന്മാർ പണ്ടേ പ്രവചിച്ച വചനമിന്ന് മാംസമായി മണ്ണിന്റെ രക്ഷകനായി. ആട്ടിടയരോട് ചേർന്ന് ആടിയിടാം, കൂട്ടുകാരനുണ്ണിയെ വണങ്ങിടാം. ആട്ടിടയരോട് ചേർന്ന് ആടിയിടാം, കൂട്ടുകാരനുണ്ണിയെ വണങ്ങിടാം. യേശുനാമം പുണ്യനാമം, നല്ല നാമം, വന്യനാമം, രാജാക്കന്മാർക്ക് പോലും സ്വർഗീയ നാമം. യേശുനാമം പുണ്യനാമം, നല്ല നാമം, വന്യനാമം, രാജാക്കന്മാർക്ക് പോലും സ്വർഗീയ നാമം. വാനവ വൃന്ദരോടു ചേർന്നു നാം പാടിടാം, യേശുരാജൻ ബത്ലഹേമിൽ പൂജാതനായി. ശാന്തിദൂതനേശുവേ വന്നിടണേ, എന്റെ ഹൃത്തിൽ നിന്നെ വരവേറ്റിടാം. ദുഃഖമെല്ലാം എന്നിൽ നിന്നും നീക്കണേ, നിന്റെ സ്നേഹം എന്നിൽ നീ നിറയ്ക്കണേ. ശാന്തിദൂതനേശുവേ വന്നിടണേ, എന്റെ ഹൃത്തിൽ നിന്നെ വരവേറ്റിടാം. ദുഃഖമെല്ലാം എന്നിൽ നിന്നും നീക്കണേ, നിന്റെ സ്നേഹം എന്നിൽ നീ നിറയ്ക്കണേ. ശാന്തിദായകാ എന്നിൽ വാഴണേ, ശാന്തിദായകാ എന്നിൽ വാഴണേ. പുഞ്ചിരിക്കും നിന്റെ ഭാവം എന്നിൽ തൂകണേ, ശാന്തിദായകാ എന്നിൽ വാഴണേ. പുഞ്ചിരിക്കും നിന്റെ ഭാവം എന്നിൽ തൂകണേ. വാനവ വൃന്ദരോട് ചേർന്നു നാം പാടിടാം, യേശുരാജൻ ബത്ലഹേമിൽ പൂജാതനായി. പ്രവാചകന്മാർ പണ്ടേ പ്രവചിച്ച വചനമിന്ന് മാംസമായി മണ്ണിന്റെ രക്ഷകനായി. ആട്ടിടയരോട് ചേർന്ന് ആടിയിടാം, കൂട്ടുകാരനുണ്ണിയെ വണങ്ങിടാം. ആട്ടിടയരോട് ചേർന്ന് ആടിയിടാം, കൂട്ടുകാരനുണ്ണിയെ വണങ്ങിടാം. യേശുനാമം പുണ്യനാമം, നല്ല നാമം, വന്യനാമം, രാജാക്കന്മാർക്ക് പോലും സ്വർഗീയ നാമം. യേശുനാമം പുണ്യനാമം, നല്ല നാമം, വന്യനാമം, രാജാക്കന്മാർക്ക് പോലും സ്വർഗീയ നാമം. രാജാക്കന്മാർക്ക് പോലും സ്വർഗീയ നാമം, രാജാക്കന്മാർക്ക് പോലും സ്വർഗീയ നാമം. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സഭയോട് ചേർന്ന് മാർപ്പാപ്പായോടും കർദിനാൾമാരോടും മെത്രാപ്പോലീത്ത, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അതുപോലെ ആത്മായർ എല്ലാവരോടും ചേർന്ന് യേശുവിൻ്റെ സമാധാനം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന ശുശ്രൂഷ അതിൻ്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. മരിയൻ കൂടാരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ഉയരുന്ന ജപമാലകളോട് ചേർന്ന് ഒരു ജപമാല നമുക്ക് ചൊല്ലി കാഴ്ചവെക്കാം. ഗുഡ്നസ് ടിവിയുടെ വിജയത്തിന് വേണ്ടി, ഡിവൈൻ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ നിയോഗം, പാപികളുടെ സങ്കേതമായ മറിയത്തോട് എല്ലാ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം ഇടവരുത്തട്ടെ. നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളും ദൈവം വിജയിപ്പിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.